പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തിക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം എന്റെ 6-ാമത്തെ വാക്യം. ഭാര്യക്കാർ എഴുന്നേറ്റവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചന ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം ഹല്ലേലൂയ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വ്യാജം പറഞ്ഞ അനനിയാസിന്റെയും സഫീറുടെയും കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അനനിയാസിന്റെയും സഫീറുടെയും മേൽ ചുമത്തിയ ഈ കുറ്റം, അവർ ചെയ്ത കുറ്റം, വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ സത്യം, ഹല്ലേലൂയ, എല്ലാ കാലഘട്ടത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇതൊരു മുന്നറിയിപ്പിന്റെ ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. ശരിയായിരിക്കാം. അനനിയാസിന്റെയും സഫീറുടെയും കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരം അപ്പോൾ തന്നെ വെളിപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് അനനിയാസിനും സഫീരയ്ക്കും മരണം സംഭവിച്ച പോലെ സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ദൈവം കണക്ക് ചോദിക്കേണ്ട ഒരു ദിവസമുണ്ട്. പലനാൾ കേൾക്കും, ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നാം പാപം ഒളിച്ചു വെച്ച് ചെയ്യും. ചില സമയത്ത് അത് വെളിപ്പെട്ട് വരും. എന്ന് പറഞ്ഞവരെ, നാം ദൈവത്തോട് ചെയ്യുന്ന സകല പാപങ്ങളും നമുക്ക് തോന്നും ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല, ദൈവം കേട്ടില്ല എന്നൊക്കെ തോന്നിയാലും നമ്മുടെ കർത്താവ് നമ്മോട് കണക്ക് തീർക്കുന്ന നാളിൽ ആമേൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ട് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാം വളരെ ദൈവത്തെ ഭയപ്പെട്ട് വേണം ക്രൈസ്തവ ജീവിതം, ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ എഴുതിയിരിക്കുന്ന അനനിയാസും സഫീരയും മരണമടയുകയാണ്. അല്ലേ? എന്നാൽ അനനിയാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ ഹല്ലേലൂയ വിലയിൽ കുറെ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനനിയാസെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞോ? ഹല്ലേലൂയ. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ഥലം വിൽക്കുന്നതിനും അവരുടെ തന്നെയാ, വിറ്റതിന് ശേഷവും അവരുടെ തന്നെയാ. പക്ഷെ അവര് രണ്ടുപേരുടെയും, അനന്യാസിന്റെ സഫീരയുടെയും അറിവോടെ കിട്ടിയ വിലയിൽ കുറെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഭാഗം കൊണ്ട് പത്രോസിന്റെ അപ്പോസ്തലന്മാരുടെ അരികെ ചെന്നപ്പം ദൈവാത്മാവ് അത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത്, നീ മനുഷ്യരോടല്ല ദൈവത്തോടാണ് വ്യാജം ചെയ്തത്, അതിന് സാത്താനാണ് നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്ക് കേട്ടിട്ട് അനനിയാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ഈ സംഭവം അന്ന് വലിയ മഹാഭയം ഉണ്ടായി. അനനിയാസിന്റെ പേരുള്ള പാപത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അനനിയാസ് വീണെന്ത് ഇത് മരിക്കുക ചെയ്തത്. ലേവി അവിടെയാണ് നമ്മൾ വായിച്ച വചനം, ബാലിക്കാർ എഴുന്നേറ്റവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ബാലിക്കാരും യൗവനക്കാരും കർത്താവും വിവിധ മേഖലകളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ബാലിക്കാരെ ഉപയോഗിച്ചത് എന്തിനാണ്? അനനിയാസിനെ ഹല്ലേലൂയ സ്തോത്രം ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിടാനാണ്. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. ഹല്ലേലൂയ. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ സഫീര ഒന്നും അറിയാതെ അകത്ത് വരിക. ഹല്ലേലൂയ. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അപ്പൊ അവളുടെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കോ നിങ്ങൾ സ്ഥലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ.
ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു പ്രാണനെ വിട്ടു. ഭാര്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയം ഉണ്ടായി. അപ്പം ദൈവത്തോട് വ്യാജം കാണിച്ചതാണ്, പരിശുദ്ധന്മാരോട് വ്യാജം കാണിച്ചതാണ്. ഹല്ലേലൂയ. സംഭവിച്ചത് എന്താണ്? അനനിയാസും സഫീരയും മരണപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവത്തോട് നീ വ്യാജം കാണിക്കരുത്, ദൈവത്തോട് കളവ് പറയരുത്, കള്ളം ചെയ്യരുത്. സ്തോത്രം. ആരുടെയും വഞ്ചിച്ചെടുക്കരുത്, ആരുടെയും അപഹരിച്ചെടുക്കരുത്, ആരുടെയും പിടിച്ചു വാങ്ങരുത്, പിടിച്ചു പറിക്കരുത്, കൊള്ളയടിക്കരുത്, ആരോടും കൈകൂലി വാങ്ങരുത്. അല്ലെങ്കിൽ ആരുടെയും ഒന്നും ആഗ്രഹിക്കരുത്. ഒരു ഭക്തൻ ദൈവസന്നിധി നിർമ്മലനായിരിക്കണം. അല്ലെങ്കിൽ അനനിയാസിനും സഫീരയ്ക്കും വന്നതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ മുമ്പ് ആവർത്തി ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് അഹങ്കരിക്കുന്ന നിഗളിക്കുന്നവരോട് പറയട്ടെ, ദൈവം നിങ്ങളെ പിടിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സന്ദർശിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ സത്യസന്ധരായി നിഷ്കളങ്കരായി നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയപരമാർത്ഥികളായി നിങ്ങൾ ദൈവത്തെ സേവിക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ളത് ഒരിക്കലും നിങ്ങൾ അപഹരിച്ചു വെക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി വന്ന് കള്ളം പറയരുത്, ദൈവസന്നിധി വന്ന് വ്യാജം പറയരുത്. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിന്ന് വ്യാജം പറഞ്ഞ ഹല്ലേലൂയ അനനിയാസും സഫീരയുടെ സ്ഥിതി എന്ത് ദയനീയമായ അവസ്ഥയാണ്. രക്തം ചെയ്യാം. അത് ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു ശക്തനായ ദൈവദാസന്റെ പ്രഭാഷണത്തിന് ചില ആ ഭാഗം ഞാൻ വായിച്ചു. ആ ദൈവദാസൻ രേഖപ്പെടുത്തിയ ചില ഭാഗം കൂടെ ഞങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരു ദൈവദാസൻ, അല്ലെങ്കിൽ ശക്തനായ ദൈവദാസൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാലയത്തിൽ ഗണിതാധ്യാപകരായി ജോലി ചെയ്തു. ആദ്യത്തെ ദിവസം ഹെഡ്മാസ്റ്റർ അദ്ദേഹത്തെ നോക്കിയിട്ട്, താങ്കളുടെ കയ്യിൽ 60 വെറും കല്ലുകളെ നൽകുന്നു, 60 വെറും കല്ലുകളെ നൽകുന്നു. താങ്കളുടെ ക്ലാസ്സിലുള്ള 60 വിദ്യാർത്ഥികളും കളിമൺ ഉരുളകളാണ്. ആ കളിമൺ ഉരുളകളെ താങ്കൾ മാണിക്യക്കല്ലുകളാക്കി മാറ്റണമെന്ന് പറഞ്ഞു. കാരണം വളരെ ഒരു പരീക്ഷയാണത്. ഹല്ലേലൂയ. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അധ്യാപകൻ നോക്കിയിട്ട് പറയുക, ഹല്ലേലൂയ, താങ്കളുടെ കയ്യിൽ ഞാൻ ഒരു കല്ല് തരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം പഠിക്കുന്ന കുട്ടികളെല്ലാം കളിമൺ ഉരുളകളാണ്. നിങ്ങളുടെ കയ്യിലുള്ള കല്ലുകൾ കൊണ്ട് ആ എല്ലാ കുട്ടികളെയും 60 കുട്ടികളെയും മാണിക്യക്കല്ലാക്കിയെടുക്കണം. ഹല്ലേലൂയ. ആ സഹോദരൻ ആ വാക്കുകൾ വെല്ലുവിളിയോടെ ഏറ്റെടുത്തുന്ന. പ്രൈസ് ലോർഡ്. ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ല് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും എന്ന വിശുദ്ധ തിരുവെഴുത്തിനകത്തെ വേദഭാഗം അദ്ദേഹത്തിന് മനസ്സിലോടി വന്നു. പ്രൈസ് ലോർഡ്. ആ വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. തുടങ്ങിയിരുന്നു, അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞതത്തിൽ പതുക്കി നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വളരെ ആകർഷിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനപ്രകാരം കർത്താവിന്റെ കൃപ ആ സാധാരണ വിദ്യാർത്ഥികളെ വിശിഷ്ടരാക്കി മാറ്റി. യൗവനപ്രായത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവർ വളരെ നന്നായിട്ട് പഠിച്ചു വൻ വിജയം നേടി. ഈ ദൈവവചനമാണ് അതിന് കാരണമായത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം വായിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ആ സ്കൂളിൽ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അവർ വളരെ ശ്രദ്ധ കൊടുത്തു, ബുദ്ധിയോടെ ജ്ഞാനത്തോടെ പഠിച്ചു. ഹല്ലേലൂയ. അവർ എല്ലാവരും നല്ല ഉന്നതമായ നിലയിലെത്തി. പ്രൈസ് ലോർഡ്. അതേ എന്നെ കേൾക്കുന്ന യൗവന പ്രായത്തിൽ നിങ്ങളെ
നിങ്ങളെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഉദാസീനതയോടെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യരുത്. ദൈവവചനം വായിക്കുന്ന ഉദാസീനതയോടെ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് നമ്മൾ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഒരിക്കലും നമ്മൾ ഉദാസീനതയോടെ ദൈവത്തിന്റെ വേല ചെയ്യാതെ നമ്മെ ഏൽപ്പിച്ച വചനത്തിനകത്ത് വളരെ വിശ്വസ്തയോടെ, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വളരെ വിശ്വസ്തയോടെ, നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വളരെ സത്യസന്ധതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യണം. അല്ലേരി, അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അല്ലേരിയ, ദൈവസന്നിധി വ്യാജം പറഞ്ഞും കളവ് ചെയ്തും, അല്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിച്ചും ദൈവത്തെ വഞ്ചിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നവർ, അല്ലേലിയ, ഒരുപാട് ആളുകളുണ്ട്. ലഭിക്കുന്ന നന്മയിൽ നിന്നൊക്കെ നല്ലൊരു ശതമാനം എടുത്ത് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന്, അല്ലേലിയ, ലഭിച്ചതിന്റെ ഒരംശം പോലും ഇടാത്തവരുണ്ട്. ഇതിനേറെ പറയും, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് സ്തോത്ര കാഴ്ചയൊക്കെ ഇടുന്നത് ഏറ്റവും കീറിയ നോട്ടുകളായിരിക്കും, ഏറ്റവും കീറിപ്പറഞ്ഞ നോട്ടുകളായിരിക്കും. ചില നാളുകൾക്ക് മുമ്പ് എന്റെ സഭയിൽ ആരൊക്കെയോ സ്തോത്ര കാഴ്ചയിട്ട കൂട്ടത്തിൽ ഒരു 10 രൂപ നോട്ട് ഇട്ടു. അത് കീറിയതാ. അതിന്നും ചെലവായിട്ടില്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ ചിലര് സ്തോത്ര കാഴ്ചകളിൽ കൈ കാണിക്കുകയും ഇടത്തില്ല. ഹല്ലേലൂയ. ചിലർ സ്തോത്ര കാഴ്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന പൈസ മേടിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് തീരുമാനിക്കുമോ ഇത്രയും ദിനം കൊണ്ട് സ്തോത്ര കാഴ്ച എടുത്തേ. അപ്പൊ അതിൽ കുറെ എടുത്തു വെച്ച് വഴിയിൽ വന്ന് ചായ കുടിച്ചിട്ട് താമസിച്ചിട്ട് പിന്നെ സഭയിൽ കൊണ്ടുവന്നിട്ട് ഒരു 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ഇടും. വീട്ടിൽ നിന്ന് പൈസ കൊടുത്തു വിട്ടതാ, പക്ഷെ സഭയിൽ കൊണ്ടുവന്നില്ലത്തില്ല. അനന്യാസിനെയും സഭയിലെയും പോലുള്ള അനവധി ആളുകൾ ഇന്ന് നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. സഭയ്ക്കകത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ പലരുമുണ്ട്. ദൈവസഭയ്ക്ക് അകത്ത് സ്തോത്ര കാഴ്ചയിട്ട ദശാംശം തന്ന പൈസ സ്തോത്ര കാഴ്ച പാത്രത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ അനവധി വിശ്വാസികളുണ്ട്. സഭയ്ക്കകത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ അനവധി വിശ്വാസികളുണ്ട്. എനിക്കൊത്തിരി പേരെ അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കിതിലൂടെ എല്ലാവരുടെയും പേര് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഞാൻ അനുഭവസ്ഥനാണ്. ഇവിടെ അതൊക്കെ ചിലർ ചെയ്യുന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാനൊക്കെ കണ്ണടക്കി, എന്താ പറയുക, അവരുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും, അവരുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും എന്നൊക്കെ ഞാനൊക്കെ ചിന്തിച്ചിട്ട് അന്നെന്റെ വൈഫുണ്ട്, ഞാൻ പറയാം അവരത് ചെയ്യട്ടെ, ഒരു നാൾ ദൈവരെ പിടിച്ചോളൂന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ നാണമൊക്കെ തോന്നി. ഞാനൊന്നും മിണ്ടാൻ പോയില്ല, മറുപടി ഒന്നും പറയാൻ പോയി. പക്ഷെ ഞാനവരെ ഓർപ്പിച്ചു. പക്ഷെ ആ കുടുംബങ്ങളൊന്നും ശരിയായിട്ടില്ല. ആ കുടുംബങ്ങളൊന്നും ഇന്നും ശരിയായിട്ടില്ല. എത്ര കിട്ടിയാലും തികയത്തില്ല, എന്തെല്ലാം കിട്ടിയാലും തികയത്തില്ല. ഇന്നും അവർ പിറുപിറുപ്പുകാരാ. എന്തുകൊണ്ടാ? ദൈവസന്നിധി വ്യാജം കാണിക്കരുത്, ദൈവസന്നിധി വ്യാജം കാണിക്കരുത്, ദൈവസന്നിധി അകത്യം കാണിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിക്കയൊക്കെ ഇടുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. സമുദായത്തിലൊക്കെ നിൽക്കുന്നവരെ കുറിച്ച് നോക്കണം, അവർ കാണിക്കയിടും. ആർക്കും വേണ്ടാത്ത 2 രൂപ തൊട്ടാ വലിച്ച്, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് യാത്ര വലിച്ച്, അല്ലെങ്കിൽ കണിക്കയിലേക്ക് വലിച്ചെറിയുന്നത്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ അവരേറ്റവും ചെറുതേ വലിച്ചെറിയുള്ളൂ, ഏറ്റവും ചെറുതേ ഇടുകയുള്ളൂ. ഹല്ലേലൂയ. വലുതിട്ടാൽ വലിയ അനുഗ്രഹം വരും. ഹല്ലേലൂയ. അതവർക്കറിയില്ല. അതുകൊണ്ട് ചെറുത് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോകും. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾക്ക് ഈ നന്മയുണ്ടായതും നിങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായതും ഈ സമ്പത്തൊക്കെ ഉണ്ടായതും ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നതുകൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നുകൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് പ്രാപ്തി തന്നതുകൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് ജ്ഞാനം തന്നുകൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നുകൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മയുടെയും കാരണം. അല്ലേ? അതെങ്കിൽ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. വ്യക്തം ചെയ്യും. ദൈവത്തിന് കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കാതെ ആരെല്ലാം ദൈവത്തിന് സത്യസന്ധതയോടെ നിൽക്കുന്നോ അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അല്ലേ? അതുകൊണ്ട് ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോൾ നല്ലതേ കൊടുക്കാവുള്ളൂ. അല്ലേ? കീറിയതും മുറിഞ്ഞതും ഒട്ടിച്ചതും ഒന്നും കൊണ്ട് കൊടുക്കരുത്. കീറിയതും മുറിഞ്ഞതും ഒട്ടിച്ചൊക്കെ കൊണ്ട് കൊടുത്തേച്ച് ഈ ഉപദേശി അതുകൊണ്ട് നടക്കുക, ആരും വാങ്ങില്ല. അങ്ങനെയുള്ള റൂട്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുക. അല്ലേ? ഓർത്തു നോക്കി എത്ര പരിതാപകരമായ അനുഭവമാണെന്ന്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ,
നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ മണിയറയിൽ നിങ്ങൾ ചെന്ന് നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടി നിത്യത മുഴുവൻ ചിലവിടണമെങ്കിൽ, പങ്കിടണമെങ്കിൽ ഈ ഭൂമി നിങ്ങൾ എല്ലാ മേഖലയിലും വിശ്വസ്തരായിരിക്കണം. അല്ലെങ്കിൽ അനനിയാസിന്റെ സഫീരയുടെയും കാര്യം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കാം. ദൈവം കണക്ക് തീർക്കുന്ന നാളിൽ നാം ചെയ്തതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നിരത്തി വെക്കും. ഹല്ലേലൂയ, രക്തം ചെയ്യും. അത് ഞാൻ ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല, അറിയാതെ ചെയ്തതാണ് എന്നൊന്നും പറഞ്ഞാൽ അവിടെ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ വളരെ സത്യസന്ധരായി വിശ്വസ്തയോടെ ജീവിക്കണം. ആരോടും കളവ് പറഞ്ഞ് ഒന്നും വാങ്ങരുത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വളരെ ശാരീരികമായ ക്ഷീണത്താലൊക്കെ കടന്നു പോവുകയാണ്. വളരെ അസ്വസ്ഥതകളുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആശുപത്രി പൊക്കൂ. ഹല്ലേലൂയ, പൈസ എത്രയാണെങ്കിലും ഞങ്ങൾ അയച്ചു തരാം, ഡോക്ടറെ കാണാൻ. അവർ കുറെ ടെസ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ ആദ്യം ഡോക്ടറെ ഒന്ന് പോയി കാണട്ടെ. ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യാനാ പറയുന്നത്, ഡോക്ടർ മറുപടി അറിഞ്ഞിട്ട് നിങ്ങൾ പണം അയച്ചാൽ മതി. ഹല്ലേലൂയ. അവരത് സ്വീകരിച്ചു. എനിക്ക് വേണേ പറയാം, നിങ്ങൾ അയച്ചു എന്ന് പറയാം. അവരുടെ ഇരിക്കുന്ന പൈസ വേണേ എനിക്ക് വാങ്ങിയെടുക്കാം. പക്ഷെ ഞാനത് ചെയ്തില്ലെന്നുള്ളതാണ്. ഡോക്ടറെ കാണുമ്പം നമുക്ക് ഹല്ലേലൂയ, ഡോക്ടർ മരുന്ന് തന്നു വിട്ട് നാം പ്രതീക്ഷിച്ചതുപോലെയുള്ള അസുഖം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങുന്ന പൈസ കളവ് പറഞ്ഞു വാങ്ങിയതാ. ഹല്ലേലൂയ. എന്റെ മനസ്സത് അനുവദിക്കാൻ ഇവരെ ചെയ്തില്ല. എന്നാൽ വളരെ ശാരീരികമായ ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, വളരെ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ലെന്നുള്ള ദൃഢവിശ്വാസമാണ് എന്നെ ഭരിക്കുന്നത്. പലരും പല വിധത്തിലും വഞ്ചിച്ചും ചതിച്ചും കളവ് പറഞ്ഞും പലതും വാരിക്കൂട്ടി പലതും സ്വരൂപിച്ച് പിന്നത്തേതി അല്ലെങ്കിൽ കണ്ണുനീരോടെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. രക്തം ചെയ്യും. നിങ്ങൾ അങ്ങനെയൊന്നും ആകരുത്. രക്തം ചെയ്യും. എവിടെയും സത്യസന്ധനായി ജീവിക്കണം, എവിടെയും നിഷ്കളങ്കനായി ജീവിക്കണം. ആരുടെയും ഒരു സാധനം പോലും എടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ 10 കൽപ്പനയിൽ നിന്ന് മോഷ്ടിക്കരുത് എന്നുള്ള ഭാഗം എടുത്തിട്ട് എന്റെ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞു, വഴിയിൽ കിടക്കുന്ന പൈസ പോലും എടുക്കരുത്, വഴിയിൽ കിടക്കുന്ന നോട്ട് പോലും എടുക്കരുത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മാറിപ്പോക്കണം. ഹല്ലേലൂയ. വഴിയിൽ കിടക്കുന്നതിന് അവകാശമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തേക്ക് എന്ന് ചിന്തിച്ചാൽ അത് കളവാ, മോഷണമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ പണം എടുത്ത്, വലിയ തുകയൊക്കെ ആണെങ്കിൽ ആ പണം എടുത്തിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണം. അവരോട് പറയണം. അവർ അതിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ അവകാശികളെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളെയും വിളിക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഞാൻ കണ്ണിന് കണ്ടിട്ടുണ്ടെന്ന് പറയാവും. സത്യസന്ധമായി പെരുമാറുന്നവരെ. അതേ വഴിയിൽ കാണുന്ന ആരുടെയും ഒന്നും എടുക്കരുത്. അയൽവാസിയുടെ പറമ്പിലെ തെങ്ങിന്റെ തേങ്ങ നീ പിറക്കിക്കൊണ്ട് വരരുത്. അയൽവാസിയുടെ പറമ്പിലെ തെങ്ങിന്റെ തേങ്ങ പിറക്കിക്കൊണ്ട് വരരുത്. ചിലരൊക്കെ രാവിലെ സഞ്ചിയും വാക്കത്തിയുമായിട്ടങ്ങ് പോവുക, കത്തിയായിട്ട്. അയൽവാസിയുടെ പറമ്പിലെ തേങ്ങ മുഴുവൻ പിറക്കി പൊതിച്ചു കൊണ്ടുവന്ന് ചിലർ വീട്ടിൽ കൊണ്ടുവരും, ചിലരെ വഴി വെച്ച് തന്നെ വിൽക്കും. അയൽവാസിയുടെ പറമ്പിലെ മാവിലെ മാങ്ങ നീ പൊട്ടിച്ചുകൊണ്ട് വരരുത് അവരുടെ അനുവാദം കൂടാതെ. അയൽവാസിയുടെ പറമ്പിലെ കപ്പ നീ പറിക്കരുത്. അവരുടെ രാവിലെ ചക്ക നീ മോഷ്ടിക്കരുത്. ഹല്ലേലൂയ. അവരുടെ വാഴയുടെ കുല നീ വെട്ടിക്കൊണ്ട് വരരുത്. ഹല്ലേലൂയ. മോഷണമാ. അവര് കണ്ടില്ലെങ്കിലും ദൈവം നിന്നെ പിടിക്കും സഹോദര സഹോദരി. പ്രൈസ് ദി ലോർഡ്. കളവ് പറഞ്ഞ് ആരോടും ഒന്നും വാങ്ങരുത്. മറ്റൊരാളുടെ പേഴ്സ് നിന്റെ കയ്യിൽ കിട്ടിയാൽ അതുപോലെ അതിനകത്തെ അഡ്രസ് അനുസരിച്ച് തിരിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വഴിയിൽ നിന്നൊക്കെ നമുക്കൊരു പേഴ്സ് കിട്ടിയാൽ അതാരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിനകത്ത് പലവിധമായ കാർഡുകൾ കാണും. അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഉള്ള കാർഡ് കാണും. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് ആ ആളിനെ വിളിച്ചത് കൊടുക്കണം. ഇപ്പോഴാണ് നാം സത്യസന്ധരായി മാറുന്നത്. രക്തം ചെയ്യും. വിശ്വസ്തയോടെ ജീവിക്കണം. 12ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ യഹോവയെ രക്ഷിക്കണമേ. 12ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ രക്ഷിക്കണമേ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. രക്തം ചെയ്യും. ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്കൊരു ശുദ്ധീകരണമാണ്, ഒരു മുന്നറിയിപ്പാണ്, ദൂതാണ്.
അനന്യാസിനെയും സഫീരയും പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയാതെ ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യണം. ഇത് പറഞ്ഞാൽ ലോക മനുഷ്യൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് റോമലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി മാറാതെ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ചെയ്യുന്നവർ ചെയ്യാതെ ഈ ലോകത്തിന് അനുരൂപരായി തീരാൻ നന്മയും പൂർണ്ണതയും ദൈവഹിതവും ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് രക്തം ചെയ്യണം. നമ്മുടെ ശുദ്ധീകരണം ആവശ്യമാണ്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരാൻ സമയമായി, തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. ഹല്ലേലൂയ. ആ സാഹചര്യം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് മാത്രം ഒരുക്കിയിരിക്കുന്നതാണ്. യാതൊരുവിധ കപടവും ധൂർത്തും കളവും അമരലിയെ വ്യാജവും ചെയ്ത് നടക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക്. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, കർത്താവാൽ നമ്മൾ പ്രകാശിക്കുവാൻ കഴിയാത്ത നമ്മുടെ ഹൃദയത്തിന്റെ ഇരുളുകളാണ്. നമുക്ക് ദൈവത്തിന് എഴുതി പ്രകാശിക്കാൻ കഴിയാത്തത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഇരുളിന്റെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. അപ്പം ഈ ഇരുള് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 9-ാം വാക്യമൊക്കെ വായിക്കുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, ഹല്ലേലൂയ, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടേണ്ടത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടാൽ നാം ഈ ഭൂമി യാതൊരുവിധ വ്യാജമായ കാര്യങ്ങളും ചെയ്യില്ല. നിങ്ങൾ ദൈവത്തോട് വ്യാജം ചെയ്യുമ്പോൾ, നിങ്ങളുടെ സഹോദരനോട് സഹോദരിയോട് നിങ്ങൾ വ്യാജം ചെയ്യുമ്പോൾ, നിങ്ങൾ ദൈവസഭയോട് വ്യാജം ചെയ്യുമ്പോൾ, കളവ് കാണിക്കുമ്പോൾ, അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടുകയാണ്. നിങ്ങൾക്ക് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത ഒരു കുറ്റം കൊണ്ട്, തെറ്റുകൊണ്ട് അത് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി ജീവിക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇരുള് പോയി. നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് സൂര്യന്റെ പ്രകാശമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ചന്ദ്രന്റെ പ്രകാശം നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. അപ്പൊ സൂര്യനും പ്രകാശിക്കുന്നു, ചന്ദ്രനും പ്രകാശിക്കുന്നു, നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നു. മിന്നൽ എത്ര വേഗത്തിലാണ് കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്നത്. മാത്രമല്ല, ചെറിയ മിന്നലിനെ പോലും, മിന്നാമിനുങ്ങ് പോലും, ചെറിയ മിന്നല് എത്രമാത്രം പ്രകാശം, ചെറിയ മിന്നാമിനുങ്ങ് എത്രമാത്രം പ്രകാശം പരത്തുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ അങ്ങയുടെ പ്രകാശം എന്റെ ഉള്ളിൽ തരണമെന്ന്. അനന്യാസിന്റെ സഫീരയുടെ ഉള്ളിൽ ഇരുളടഞ്ഞ ജീവിതമായിരുന്നത് കൊണ്ടാണ് അവർ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചത്. അതേസമയത്ത് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അനന്യാസും സഫീരയും ഒരിക്കലും മരണത്തിന് വിധേയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്തു അവരുടെ ഉള്ളിൽ ഇല്ലാതായിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്നിൽ പ്രകാശം നൽകണമേ, എനിക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിങ്ങളെ അധികമായിട്ട് പ്രകാശിപ്പിക്കും. സ്തോത്രം. സംഗീതനക്കാനായിരിക്കുന്ന ദാവീദ് പറയുന്നുണ്ട്, കൂരിരുളിൽ താഴ്വീരിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുണ്ടല്ലോ. അതെ, കൂരിരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കൂരിരുൾ നമ്മെ മൂടിയാലും, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിലാണ് നാം വസിക്കുന്നതെങ്കിൽ, ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകത്തില്ല. രക്തം ചെയ്യണം. സത്യസന്ധമായിട്ട് ദൈവസന്നിധിയില് നിൽക്കണം. വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കണം.
ദൈവം അമേലിയ നമ്മെ ശോധന ചെയ്യുമ്പോൾ, യേശു കർത്താവ് നമ്മെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് തല നിവർത്തി നിൽക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തല കുമ്പിട്ട് പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയ ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ചിലരൊക്കെ ഈ പാപം ചെയ്തിട്ട്, അകൃത്യം ചെയ്തിട്ട് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കത്തില്ല. ഹല്ലേലൂയ. അവർ കുനിഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെ പാപം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് തല നിവർത്താൻ കഴിയാത്ത വിധത്തിൽ അവർ തല താഴ്ത്തി ലജ്ജിതരായി മാറും. പ്രേക്ഷണം എന്ന സംഗീതം 34:5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്ന അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഹല്ലേലൂയ. അനനിയാസും സഫീറയും ദൈവത്തെങ്കിലേക്ക് നോക്കിയിരുന്നെങ്കിൽ അവർ പ്രകാശിതരായനെ. അവരുടെ മുഖം ലജ്ജിക്കേണ്ടി വരുമായിരുന്നില്ല, അവർ മരണത്തിന് വിധേയപ്പെടേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അവർ കർത്താവിനെ നോക്കാതെ, അല്ലെങ്കിൽ ദൈവത്തെ നോക്കാതെ അവരുടെ പണത്തെ നോക്കി. ഹല്ലേലൂയ. അവരുടെ പണത്തെ നോക്കി അവർ വ്യാജം പരിശുദ്ധാത്മാവോട് ചെയ്തു. അത് മരണഹേതുവായി ഭവിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമുക്ക് കർത്താവിനോട് വിശ്വസ്തത പുലർത്താം. ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമസഭയിലുള്ള യൗവനക്കാർ കർത്താവിന് വേണ്ടി എന്ത് ജോലി ചെയ്യുവാനും ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നു. ആദിമസഭയുടെ കാലഘട്ടങ്ങളിൽ പഴയ നിയമമൊക്കെ വായിച്ചാൽ യൗവനക്കാർ അഥവാ ബാലിക്കാർ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ അവർ മുമ്പോട്ട് വന്നു. ഇവിടെയും അനനിയാസിനെയും സഫീരയും കുഴിച്ചിടുന്നതിനും ബാലിക്കാർ മുന്നോട്ട് വന്നു, യൗവനക്കാർ മുന്നോട്ട് വന്നു. ഹല്ലേലൂയ. സഫീറ മരിച്ചപ്പോൾ ആ മൃതശരീരങ്ങൾ ആരോ അടക്കം ചെയ്യട്ടെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാലിക്കാർ പോയില്ല. ഹല്ലേലൂയ. അനന്യാസിനെ അടക്കി. പിന്നെ സഫീറയും മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ആരെങ്കിലും അടക്കട്ടെ എന്ന് പറഞ്ഞ് ബാലിക്കാർ പോയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടക്കാരാധനയെല്ലാം ശുശ്രൂഷകർമാർ നടത്തട്ടെ എന്ന് മൗനമായിരുന്നിൽ പറയാതെ അവർ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഹല്ലേലൂയ അവർ തീരുമാനിച്ച് അനനിയാസിന്റെയും സഭയുടെയും അന്തിമോപചാര കർമ്മങ്ങൾ ആ ബാലിക്കാർ ചെയ്തു. ഹല്ലേലൂയ. വേണമെങ്കിൽ ബാലിക്കാർക്കൊന്ന് പോകാമായിരുന്നു, അത് അവര് ചെയ്യട്ടെ ഇവര് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു പോകാമായിരുന്നു. പക്ഷെ ബാലിക്കാർ എന്ത് വേണമെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ സന്മനസ്സോടെ അവർ മുന്നോട്ട് വന്നു. അവര് അനന്യാസിന്റെയും സഫീറയുടെയും ഹല്ലേലൂയ അന്തിമോപചാര കർമ്മങ്ങൾ ചെയ്തു എന്നാണ് വേദവസ്വം പഠിപ്പിക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന യൗവനക്കാരാ, എന്നെ കേൾക്കുന്ന ബാലിക്കാര, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ നീ തയ്യാറുള്ളവനായിരിക്കണം. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കുവാൻ, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ നീ തയ്യാറുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ നിന്നിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ചില ആളുകളൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ വരില്ല, ആരാധനയ്ക്ക് വിളിച്ചാൽ വരത്തില്ല, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയാൽ അവർ വിളിച്ചാൽ വരത്തില്ല. അവർ പലവിധമായ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറിപ്പോകും. ഹല്ലേലൂയ. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, നമുക്ക് മുമ്പേ കടന്നുപോയി അനവധി വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യും. അവരെല്ലാം കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചവരാ. കർത്താവിന് വേണ്ടി തങ്ങളുടെ ആരോഗ്യവും ആയുസ്സും തങ്ങളുടെ സമയവും ഒക്കെ ചിലവഴിച്ചവരാ. എന്തിനേറെ നല്ലൊരു ശതമാനം ആളുകളും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറിയവരാ. അത് നിങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്ന, നിങ്ങൾക്ക് രക്ഷ തന്ന, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ വിടുവിച്ച് നിങ്ങളെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി എടുക്കുവാൻ ആമേൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയ യേശു ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ യേശുക്രിസ്തു നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാം. കർത്താവിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾ മുൻപോട്ട് തന്നെ വരണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തലമുറയോട് ആമേൻ ഉപദേശിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭാഗമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവരോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക,
മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ നീ എന്റെ പിന്നാലെ വരാനാ. ഹല്ലേലൂയ. അപ്പൊ മരിച്ചവർ അടക്കം ചെയ്യട്ടെ എന്ന് സ്വാഭാവികം. നീ എന്റെ പിന്നാലെ വരിക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ യേശു പറഞ്ഞു. എന്നാൽ ഇതിന് ആഴമേറിയ മറ്റൊരർത്ഥമുണ്ട്. അതായത് ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുവാനാകുന്നു ആ വിളി എന്ന് പറയുന്നത്. ക്രിസ്തുവിനോടുകൂടെ നീ ആ കഷ്ടം സഹിക്കുവാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പും കൂടെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവരോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെയെന്ന് റോമാലേഖനത്തിൽ പിന്നീട് പൗലോസ് ഓർപ്പിച്ചു. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുക. അതേ സ്നേഹിത, നാം കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഇവിടെ നിങ്ങൾ സത്യസന്ധമായി ജീവിച്ചെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, നിങ്ങൾ മരണപ്പെട്ടാൽ കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. നിങ്ങളുടെ മരണമാണ് ആദ്യം സംഭവിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ ഉയർത്തപ്പെടണമെങ്കിൽ സത്യസന്ധനായിരിക്കണം. അല്ല, നിങ്ങൾ ജീവനോടെ ഇരുന്ന് രൂപാന്തരം പ്രാപിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. സ്നാനം എന്നത് ഒരു അടക്കാരാധനയാണ്. റോമലേഖനം വായിക്കുന്ന സ്നാനം എന്നത് ഒരു അടക്കാരാധനയാണ്. വെള്ളത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു നിമിഷം യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ എന്നെയും ക്രൂശിൽ തറയ്ക്കുന്നു, ഇനി ഞാനല്ല എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കണം. അടുത്തത് വെള്ളത്തിൽ മുങ്ങുന്ന നിമിഷം ക്രിസ്തുവിനോടുകൂടെ അടക്കം ചെയ്യുന്നതിന് അടയാളമാണ്. പിന്നീട് വെള്ളത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ യേശു മരിച്ചവരിൽ നിന്ന് ജയവീരനായി ജീവനോടെ ഉദ്ധാരണം ചെയ്തു, ഹല്ലേലൂയ, എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവന്റെ പുനരുത്ഥാന ശക്തിയാൽ ഞാൻ വിശുദ്ധിയുള്ള ജയജീവിതം നയിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എത്ര പവിത്രമായി ജീവിച്ചാലാ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നിത്യതയിൽ ചെല്ലാൻ കഴിയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമടക്ക പുനരുത്ഥാനത്തോടെ നീ ഏകീഭവിക്കുന്ന ആ മഹനീയമായ ശുശ്രൂഷയെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട് വിശ്വസ്ത ജീവിതം, വിശുദ്ധിയുള്ള ജീവിതം, സത്യസന്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ഈ ഭൂമി ഏറ്റവും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. വ്യാജം പറഞ്ഞും കളവ് പറഞ്ഞും പിടിച്ചു പറിച്ചും മോഷ്ടിച്ചെടുത്തും അപഹരിച്ചെടുത്തും പിടിച്ചു പറിച്ചും ഒക്കെ പണം വാക്കി അതുകൊണ്ടുണ്ടാക്കിയിട്ട് കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്കൊരിക്കലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ കഴിയില്ല. ദൈവത്തിന് കൊടുക്കാനുള്ള നന്മകൾ അപഹരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ മനസ്സ് കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കും. രക്തം ചെയ്യും. ദൈവത്തോട് നിങ്ങൾ യാചം കാണിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോട് നിങ്ങൾ യാചം കാണിക്കരുത്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. അതെന്നാ ക്രിസ്തുവെ അനുഗമിക്കണം. രക്തം ചെയ്യും. ഈ ഭൂമി നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഇവിടെ കർത്താവായ യേശുക്രിസ്തുവാണ്. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി, അവന്റെ പാപശുദ്ധീകരണത്തിന് വേണ്ടി, അവന്റെ പാപ പരിഹാരത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്വർഗമഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നാം അത് ഏറ്റുപറഞ്ഞ് നമ്മൾ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കപ്പെടാം. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വരും. നാം കൊടുക്കുന്ന വഴിപാടുകൾ കൊണ്ടോ യാഗം കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നാം ചെയ്യുന്ന ഉപകാരങ്ങൾ കൊണ്ടോ ഒന്നും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തില്ല. പാപപരിഹാരം നൽകുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും പാപത്തെ പരിഹരിക്കുവാനുള്ള അധികാരമോ അവകാശവുമില്ല. പാപം പരിഹരിക്കുവാൻ, പാപത്തിന് പരിഹാരം നൽകിയത് യേശുക്രിസ്തുവാണ്. ഇന്ത്യക്ക് 2000-ലധികം വർഷം മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി അവൻ പരമയാഗമായി മാറി. അതെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ നിങ്ങൾ പങ്കാളികളായി മാറണം. രക്തം ചെയ്യും. നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഇനിയും കർത്താവ് ഭൂമിയിലേക്ക് വരത്തില്ല. ഇനിയും ഭൂമിയിലേക്ക് കർത്താവ് നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഇവിടെ മരിക്കത്തില്ല.
ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ്, തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ചാട്ട് അനനിയാസും സഭയിലെയും ദൈവത്തോട് വ്യാജം കാണിച്ചത് അതവരുടെ ജീവിതത്തിൽ നാശമായി ഭവിച്ചു, മരണത്തിന് കാരണമായി. അതുകൊണ്ട് ഇന്ന് മകളിൽ തീരുമാനം എടുക്കാൻ കഴിയുമോ? ഞാൻ ദൈവത്തോട് വ്യാജം ചെയ്യത്തില്ല, ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കും, ദൈവത്തിനുള്ള ഒന്നും അപകരിച്ചെടുക്കത്തില്ല, ആരുടെയും ഒന്നും അപകരിച്ചിട്ടില്ല. സത്യസന്ധമായി ജീവിച്ച് നിത്യതയിൽ എനിക്ക് ചേരുവാൻ, ഞാൻ യേശുക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കി അനുഗമിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും മക്കളെ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്വാധീനം അതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർദ്ധക്യം നിരാനുവർത്തന ചോട്ടൊരു തടവറയിലായിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഭാവി ജില്ലാ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ രാജ്യന്മാർ രാജ്യസഭ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസികൾ ട്രൈബൽ മേഖലയിലായിരിക്കുന്നവരെ കരസേന വ്യോമസേന നാവികസേന അതിർത്തികൾ കാക്കുന്ന BSF നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ക്രമസമാധാന രംഗത്ത് നിൽക്കുന്ന എല്ലാ രഹസ്യാന്വേഷണ ഭാഗങ്ങളെയും അല്ലേലിയ സ്വാതന്ത്ര്യങ്ങളുടെ ജുഡീഷ്യയുടെ വിവിധ വകുപ്പുകളെ കരയിൽ കടലും ആകാശമാർഗം വാഹനോടിക്ക് യാത്ര ചെയ്താൽ സഞ്ചരിക്കുന്നവർ, കടലിലെ ആളുകളിൽ ജോലി ചെയ്യുന്നു, സമുദ്രത്തിൽ ജോലി ചെയ്യുന്നവർ, കടലോര വാസികൾ, മത്സ്യബന്ധനത്തിലായിരിക്കുന്നവർ, അല്ലേലിയ കൊല്ലം ചെയ്തുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും പൊതുമേഖലയിൽ സഹകരണ മേഖലയിലും ഭാഗ്യമേഖലയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ക്ഷീരമേഖലയും കാർഷിക മേഖലയിലും അല്ലേലിയ കർത്താവ് ട്രേഡ് രംഗത്ത് കൺസ്ട്രക്ഷനകത്ത് പണിയെടുക്കുന്ന എല്ലാ ജനത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കണേ. അല്ലേലിയ ഞങ്ങളുടെ മത സാമൂഹിക സാംസ്കാരിക സംഘടന രംഗത്ത് ചരിത്ര മാധ്യമ മീഡിയ രംഗത്ത് സൈന്യസ്റ്റുകൾ എഞ്ചിനീയർമാർ എല്ലാ മേഖലയിലുള്ള ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തും വിദേശത്തും കഠിനാധ്വാനം ചെയ്യുന്നവർ, കഷ്ടത അനുഭവിക്കുക, വേദന അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവർ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. വിവിധ രാജ്യങ്ങൾ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ കർത്താവിന് വേല ചെയ്യുന്ന എല്ലാ ദൈവഭൃത്യന്മാരെ, ദൈവമക്കളെ, കുടുംബങ്ങളെ, തലമുറകളെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജയിലറയിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരുണ്ട്, അവരെല്ലാം വിടുവിക്കണമേ, മോചനം കൊടുക്കണമേ. കർത്താവിന്റെ വരവേറ്റുവാസനമായി സത്യസന്ധമായി വിശുദ്ധിയോടെ ജീവിച്ച് ഞങ്ങളുടെ വരവിൽ ചേർക്കപ്പെടുവാനുള്ള ഒരുക്കം ഇന്ന് പകൽ വിശ്വാസികൾക്ക് സകല ജനത്തിന് കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.